പലരും ഇന്നത്തെ ആ വാർത്ത കണ്ടിട്ട് രക്ഷിതാക്കളായിട്ടുള്ളവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വിങ്ങൽ, വിഷമം, അതാണ് കൃത്യമായിട്ട് ആ വാർത്ത. മിഥുന്റെ ആ വാർത്ത കേൾക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളുടെ ഉള്ളിൽ തീയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്കൂളുകളിൽ അനാസ്ഥയാണോ എന്നുള്ള ചോദ്യം. ജിനീഷ് കോന്നി, ഹായ് ബ്രോ. സിദ്ദിഖ് വഞ്ചിയൂർ, ഹായ്. അപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ജിനീഷ് ബ്രോ? ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചാൽ. അതായത് ഈ വിഷയം നമ്മൾ ലഘൂകരിച്ച് കാണാൻ പാടില്ലാത്ത വിഷയമാണ്. പരസ്പരം രാഷ്ട്രീയ ജിജി പ്രസാദ്, യെസ്, ഓക്കെ. അപ്പോ ഓഡിയബിൾ ആണ്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം, ഇനിയിപ്പോ വൈകിക്കണ്ട. സയിദ് വെങ്ങോല, കേൾക്കാം. ജിനീഷ് കോന്നി, യെസ്, ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞു വരുന്ന കൊല്ലത്തെ ആ വിഷയം, ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് ഞാൻ അതിൽ വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത്. ആരുടെയും കുറ്റം പറയാനല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. കാര്യം സംഭവിച്ചൊരു വിഷയത്തെ സംബന്ധിച്ച്, അതായത് നമുക്ക് ഏവർക്കും അറിയാം, വീടുകളിൽ കൊച്ചുങ്ങൾ ഉള്ളവർ, ഇപ്പോൾ എന്റെ മകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്റെ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ 6ാം ക്ലാസ്സിലും മറ്റേയാൾ 1ാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ്. 2 കുട്ടികളാണ്. അപ്പോൾ രാവിലെ ഇവരെ സ്കൂളിൽ വിടുന്നത് പലപ്പോഴും ഞാനും കൂടി അതിന്റെ ഭാഗഭാക്കാകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ചിരി, സംസാരം, വർത്തമാനം ഇതെല്ലാം നമ്മുടെ ചെവിയിൽ നിന്ന് അങ്ങോട്ടേക്ക് കടന്നു പോയതിനു ശേഷം പിന്നീട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പ്രായോഗികമായിട്ട് കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട്. കാര്യം നമുക്കത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് എനിക്ക് ആലോചിച്ചാൽ എനിക്കിപ്പോഴും അതിന് ഉത്തരവില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതുപോലെ ആണ് ഇന്ന് മിഥുനെയും. രാവിലെ പിതാവ് കൊണ്ടാക്കിയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വൈകിട്ട് ചെരുപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടാക്കിയ മണിക്കൂറുകൾക്കകത്ത് സ്കൂളിൽ നിന്നൊരു വിളി വരുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. നമ്മൾ ഏത് മാനസികാവസ്ഥയിലായി പോകും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവം, അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് സ്കൂൾ അധികൃതരോട്. കാര്യം സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഒരു വിശ്വാസമാണ്. മക്കൾ അവിടെ ഉണ്ട്, അവർ പഠിക്കുകയാണ്, അവർ വൈകുന്നേരങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ആ സമയങ്ങളിലെ ഒരു വിശ്വാസ കേന്ദ്രങ്ങളാണ്. ആ വിശ്വാസങ്ങളെയാണ് ഈ ചില അനാസ്ഥകൾ കൊണ്ട് നിങ്ങൾ തെറിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. ഇന്നിപ്പോ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഒരു മാനേജ്മെന്റ് സ്കൂളാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഈ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഈ പണത്തിനോടുള്ള ആർത്തിയാണ്. കാര്യം പണ്ട് കാലഘട്ടത്തിൽ സർക്കാരിന് മതിയായ സൗകര്യങ്ങളില്ലാത്ത സന്ദർഭങ്ങളിലാണ് സ്കൂളുകൾ ഇങ്ങനെ മാനേജ്മെന്റിനെ ഏൽപ്പിച്ച് അവിടുത്തെ ഫണ്ടിങ് മുഴുവൻ സർക്കാരും ശമ്പളം സർക്കാർ കൊടുത്തതിന് ശേഷം നിയമനങ്ങളും സ്കൂള് പ്രവർത്തിപ്പിക്കുന്നതും മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാവുകയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന മനോഭാവം ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. അത് സ്വകാര്യ സ്കൂൾ എടുത്താലും ഉണ്ട്. ഇതിപ്പോ അർദ്ധ സർക്കാർ മേഖലയിൽ നടന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ, ഞാൻ ചോദിക്കുന്ന, ഇനിയിപ്പോ ആരിവിടെ അധികാരത്തിലിരുന്നാലും ഇവർക്കെല്ലാം പോയി നോക്കാൻ പറ്റൂ ഓരോ സ്കൂളിനകത്ത് എന്ത് സംഭവിക്കുന്നത്. ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അവർ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വാക്കുതർക്കങ്ങൾ നടത്തി പലതും പറയുമ്പോൾ അവിടെ താഴ്ന്നു പോകുന്നത് അച്ഛനമ്മമാരുടെ ആകുലതയാണ്, ആശങ്കയാണ്. ഇന്ന് മനുഷ്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ളവർക്ക് ആ ഒരു കുഞ്ഞിന്റെ വിയോഗത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകും. ഒരു സംശയമില്ല. അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം വേദനയും, വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കിയാൽ ഉണ്ടാകുന്ന ഹൃദയവേദന ചിലപ്പോൾ വല്ലാത്ത വൈകാരികത സൃഷ്ടിക്കുന്നുണ്ട്. ആ വൈകാരിക തലത്തിൽ പലർക്കും അങ്ങനെ വൈകാരികത ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സന്ദർഭത്തെ അല്ലെങ്കിൽ ആ ഒരു ജീവനെ മുതലാക്കുന്നതിനപ്പുറം ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിൽ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിക്കുന്നിടത്താണ് അതിന് ഉത്തരമാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ വാക്കുതർക്കങ്ങൾക്കപ്പുറം സ്കൂളുകൾ, അത് ഏത് സ്കൂളും ആയിക്കോട്ടെ, അവിടങ്ങളിൽ വിശ്വാസത്തോടെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അയക്കുന്നത് അവർ സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തെ തകർക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാര്യം ഈ വീട്ടുകളിൽ നിന്ന് പഠനത്തിന് വേണ്ടി അയക്കുന്ന സന്ദർഭങ്ങളിൽ ആ മണിക്കൂറുകളിൽ അവിടെ പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാണ് അവരുള്ളത് എന്ന വിശ്വാസത്തിൽ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കോളുകൾ തേടി വന്നാൽ, ഇപ്പോ ചില വീണ് പരിക്ക് പറ്റി എന്നുള്ള കോള് വരുമ്പോൾ തന്നെ വല്ലാത്ത ആശങ്ക ഉണ്ടാകാറുണ്ട്. ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പോലും സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ഒരു കാര്യമുണ്ട്, ഇത് ഒരാളുടെ ജീവന് തുല്യമുള്ളതാണ് നഷ്ടപ്പെടലുകൾ എന്ന് പറയുന്നത്. ഒരു രക്ഷിതാവിനെ സംബന്ധിക്കുന്നിടത്തോളം ജീവനോളം പോകുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ പകരം അവർക്കൊന്നും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോ അതിന് വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് പകരമാകത്തില്ല. കാര്യം അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ആ കുരുന്നുകൾ എന്ന് പറയുന്നത്.
ആ രക്ഷിതാക്കളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത മറികടക്കാൻ ഒരിക്കലും കഴിയില്ല തന്നെ. അപ്പോ എന്താണ് വേണ്ടത്? സ്കൂളുകൾ അലംഭാവത്തിലല്ല നടത്തേണ്ടത്. സ്കൂളുകൾ കച്ചവട കേന്ദ്രങ്ങളല്ല വേണ്ടത്. സ്കൂളുകൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ അവരുടെ ബൗദ്ധിക നിലവാരം ഉയരുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവന് പോലും സുരക്ഷിത ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവിടെയുള്ള സംവിധാനങ്ങൾക്കുണ്ട്. പലതരത്തിൽ സംഭവിക്കാം. മരങ്ങളുടെ ചില്ല ഒഴിഞ്ഞു വീണ് സംഭവിക്കാം. ആ മരങ്ങൾ കൃത്യസമയത്ത് മഴ വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ ആളെ വിളിച്ച്, അല്ലെങ്കിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉണ്ടെങ്കിൽ മുറിച്ചു മാറണം. തെങ്ങുകൾ ഉണ്ടെങ്കിൽ ഓല വീഴാം, തേങ്ങ വീഴാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ കാര്യം, മാനേജ്മെന്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ സർക്കാരിന് അവിടെ കയറി ഇടപെടാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും പഴയ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഓട് പൊട്ടി വീണ് അപകടമുണ്ടായാൽ, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടായതുപോലെ ഈ സ്കൂളിലെ ക്ലാസ് മുറിക്കകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അനാസ്ഥ എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ആ അനാസ്ഥ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുട്ടികളുടെ ജീവൻ വിലമതിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മറ്റു പലതിലുമാണ് ശ്രദ്ധ. അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് വലിയ വിജയം നേടി സ്കൂളിന്റെ മഹിമ വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ആലോചനയുള്ളിടത്ത് ചിലപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നിടത്ത് ഇത്തരം ഗുരുതരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന്റെ നഷ്ടം സഹിക്കുന്നവർ എങ്ങനെയാണ് ഇന്നത്തെ രാത്രി കടന്നു പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? കാര്യം നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അപ്പൊ ആ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ആ ഒരു അമ്മ ഈ വിഷയത്തിൽ ഇന്നലകളിൽ എടുത്തുകൊണ്ട് നടന്ന, അല്ലെങ്കിൽ ഇന്നലെ ഈ സമയം ആലോചിക്കുമ്പോൾ അവരുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടല്ലോ, ആ വേദനയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നിടത്താണ് നിങ്ങൾക്ക് മനുഷ്യരായിട്ട് ഓരോ വിഷയങ്ങളെയും ചിന്തിക്കാൻ പറ്റുന്നത്. ഓരോ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പലതരത്തിൽ വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തികമുള്ളത് ഇല്ലാത്തത്, നിറമുള്ളത് ഇല്ലാത്തത്, അല്ലെങ്കിൽ ജാതി ഏത് മതം ഏതെന്നൊക്കെ തിരയുന്ന അധ്യാപകരില്ലെന്നല്ല, അത്തരം ആൾക്കാരുമുണ്ട്, അത്തരം മാനേജ്മെന്റുകളുമുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനോഭാവം അതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്ന് മാത്രം അവരെ കാണുമ്പോൾ ആലോചിക്കുക. അതെങ്ങനെയാണോ അതുപോലെയാണ് ആ സ്കൂളിലേക്ക് അയക്കുന്ന ഓരോ കുട്ടിയും അവന്റെ രക്ഷിതാവിനാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടരുത്. അതൊരു വലിയ അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ പോലെ കണ്ട് അവരെ സുരക്ഷിതരാക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ വെച്ചാണ് കളിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം സ്കൂളുകൾ നടത്തുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് നടത്തുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, അവിടെ കൊണ്ടുവന്ന് ആക്കുന്നത് ഓരോ കുട്ടികളും ഓരോ കുടുംബങ്ങളിലെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് മേൽ നിങ്ങളുടെ ഈ ഗുരുതരമായ അനാസ്ഥ കാട്ടി അത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഈ സമൂഹത്തോട്, ചില കുടുംബങ്ങളോട് ചെയ്യുന്ന പൊറുക്കാനാകാത്ത നീതിയാണെന്ന് അത് പറയേണ്ടി വരികയാണ്. പൊറുക്കാനാകാത്ത നീതികേടാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഈ സംഭവവികാസം ഹൃദയം വേദനിപ്പിക്കുന്നുണ്ട്. ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് പറയേണ്ടി വരുന്നത് അവിടെ ഉണ്ടായ സംഭവം, അതായത് ലൈൻ കമ്പി താഴ്ന്നു കിടന്ന ഒരു സംഭവം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഈ വർഷത്തെ ഈ റെഗുലേഷനിൽ പറയുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്, ഈ സ്കൂളിന്റെ നടുക്കൂടെ ഇങ്ങനെ വൈദ്യുതി കമ്പി പോകാനേ പാടില്ല എന്ന് സർക്കാർ സ്കൂളുകളിലെല്ലാം മാറ്റിക്കഴിഞ്ഞു. മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇങ്ങനെയൊക്കെ മതി, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നിടത്ത് കുട്ടികളാണ്, പലതരത്തിലുള്ള സ്വഭാവക്കാരുണ്ട്. അവർ എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളവരാണ്, അഗ്രസീവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരിടയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ഒരു ബോൾ വീണാലോ ചെരുപ്പ് വീണാലോ എവിടെയെങ്കിലും വീണാൽ അവരുടെ ഒരു അഗ്രസീവ് മൈൻഡിൽ അവർ പോയി എടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു അപകടം വരുമെന്ന് തിരിച്ചറിയുന്നത് ഒരു പ്രായത്തിൽ അവർക്ക് അറിയാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ചെരുപ്പെടുക്കുക എന്ന ഉദ്ദേശത്തിൽ പോകുമ്പോൾ ലൈൻ കമ്പിയിൽ പിടിച്ചാൽ കറണ്ട് അടിക്കുമെന്നുള്ള ചിന്താഗതി ഇല്ലാതെ കാല് സ്ലിപ്പിയായപ്പോൾ കൈവച്ച് പിടിച്ചു, അപകടം സംഭവിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പറയുന്ന പോലെ ഈ അത്യന്തം ദൗർഭാഗ്യകരമെന്നൊക്കെ പറയുന്ന വാക്കുകൾക്കപ്പുറം ആ വാക്കുകൾ നഷ്ടപ്പെട്ടവന്റെ വേദന മാറ്റുമോ എന്ന് മാത്രം ചിന്തിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ആ വേദനയിൽ ഒപ്പം വളരെ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഒരു വല്ലാത്ത ഒരു കുടുംബ അവരുടെ പശ്ചാത്തലമൊക്കെ കണ്ടപ്പോൾ ഒന്നും ഇതുവരെ അവർക്ക് ജീവിതത്തിൽ കരുപിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ തുർക്കിയിൽ ഒരു ജോലിക്ക് പോയിരിക്കുകയാണ്. എന്താണ്? കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി 2 പിള്ളേരെ വളർത്തേണ്ട ഒരു സാഹചര്യം. അതിനുവേണ്ടി പോയിരിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പോയിരിക്കുന്നവർക്കാണ് ഇപ്പോ ചേതനയേറ്റ ശരീരം കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ തീർത്തും
വാക്കുകളാൽ പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ വാക്കുകളാൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ആ സംഭവത്തെ മുൻനിർത്തിയെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ ഇനിയെങ്കിലും മറ്റൊരു രക്ഷിതാവിന് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ഈ നാട്ടിലെ സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെന്റുകളോട് പറയാനുള്ളത്. കാര്യം ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ സർക്കാർ മേഖലയിലും സ്കൂളുകളുണ്ട്, നവീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടങ്ങളിൽ ഈ അധ്യാപകരായിട്ട് വരുന്നവർ അവർക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സാണ്. ആ മനസ്സിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മക്കളാണ് അവിടെ വരുന്നത് എന്നതുപോലെ ചിന്തിക്കാൻ കഴിയാതെ വരുന്നവരെ പലതരത്തിലുള്ള വകഭേദങ്ങളായി കണ്ടുകൊണ്ട് അവരെ ഈ അടുത്ത കാലത്ത് കണ്ടതുപോലെ കാല് കഴുകുന്നതിൽ പോലും അഭിരമിക്കുന്ന അധ്യാപകരുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ ഉണ്ട് എന്ന് കരുതുന്നിടത്ത് നിങ്ങൾക്ക് ആ വിദ്യാർത്ഥികളെ ഏത് തരത്തിലാണ് പരിഗണിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരു രക്ഷിതാവിന്റെ കണ്ണീര് പോലും അല്ലെങ്കിൽ ഹൃദയം പൊട്ടുന്ന നിലവിളി പോലും ഈ നാട്ടിൽ ഈ ഒരു അനാസ്ഥയുടെ പേരിൽ ഉയരാൻ പാടില്ല. കർശനമായിട്ടുള്ള നടപടികളാണ് വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ആരല്ല എന്റെ ഉത്തരവാദിത്തമല്ലെന്നല്ല, ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. ആരധികാര കേന്ദ്രത്തിൽ ഇരുന്നാലും ഇത്തരം അനാസ്ഥകൾ എവിടെയെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി ഓരോ കുട്ടിയെയും ഓരോ സ്കൂളുകൾക്കകത്തും സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം അവിടത്തെ ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട്, ഇവിടത്തെ അത് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സംവിധാനങ്ങളാണോ, ഇതിപ്പോ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, ഏതൊക്കെ മേഖലയിലുള്ളവർ അതുമായി ബന്ധപ്പെടുന്നുണ്ടോ അവരെല്ലാവരും അതിൽ ഇടപെടേണ്ടതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങനെ ഒരു കണ്ണീരിന് ഒരു രക്ഷിതാവും സാക്ഷ്യം വഹിക്കേണ്ടി വരരുത്, അനുഭവിക്കേണ്ടി വരരുത് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കേൾക്കാം ബ്രോ, മന്ത്രി സൂമ്പ കളിച്ചതും പറഞ്ഞ വാക്കുകളും ശരിയായില്ല. ശരിയാണ്, അത് ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല. ഞാനൊരു രക്ഷിതാവാണ്. ആ രക്ഷിതാവിന്റെ മാനസികാവസ്ഥയിൽ മാത്രമേ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നഷ്ടപ്പെടൽ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ, എന്നെ ആ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എങ്ങനെ പൊള്ളുന്നുണ്ട്, എനിക്ക് എങ്ങനെ വിഷമം വരുന്നുണ്ട്, എനിക്ക് എന്ത് ഹൃദയത്തിൽ സങ്കടം വരുന്നുണ്ട്, അത് മാത്രമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ എന്ത് പറഞ്ഞെന്നോ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്നോ അത് എന്റെ പ്രശ്നമേ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്ക് അത്ര മാത്രമേ ആ വിഷയവുമായിട്ട് ഗൗരവതരമായി കാണാൻ പറ്റുന്നുള്ളൂ. സ്വന്തം വീടുകളിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ആ നിലയ്ക്ക് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ രീതിയും അത് മാത്രമായിരിക്കുമെന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായം. എന്തായാലും എല്ലാവരും അവരവരുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയുണ്ട്. സ്കൂൾ ബസ്സുകൾ വരുന്നവർ അവർ റോഡിന്റെ സൈഡിൽ ഇറങ്ങി പെട്ടെന്ന് വീട്ടിൽ കയറാൻ വേണ്ടി അടുത്ത ദിവസം നമ്മൾ കണ്ടൊരു ദൃശ്യമാണ്. വണ്ടി ഇടിച്ച് അപകടമുണ്ടാകുകയും ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. മക്കളെ നമ്മൾ കൈവിട്ടു പോയാൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് എത്രത്തോളം സൂക്ഷ്മയുള്ള ഒരു പളുങ്ക് പാത്രമായിട്ട് അവരെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഓരോ രക്ഷിതാവിനും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ആ ചേതനയേറ്റ ശരീരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ദഹിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. വിഷമമുണ്ട്. മാനസികമായിട്ട് നല്ല ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ ഈ സമയം തള്ളി നീക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു മാനസികാവസ്ഥയാണ് ഉള്ളതെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ സ്കൂളുകൾ അധികാരികളോട് പറയാനുള്ളത്, സ്കൂളുകളെ അലംഭാവ കേന്ദ്രങ്ങളാക്കരുത്, കച്ചവട സ്ഥാപനങ്ങളാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കൂളുകളിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും ഓരോ കുടുംബങ്ങളുടെ സ്വപ്നമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്. കൂടുതലൊന്നും ഞാൻ ആരെയും കുറ്റം പറയാനല്ല, ഇത് കുറ്റം പറഞ്ഞ് സ്കോർ ചെയ്യേണ്ട സന്ദർഭമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ സംഭവിച്ച കാര്യം, ആ കാര്യത്തിൽ ആരൊക്കെയാണോ അലംഭാവം വരുത്തിയിട്ടുള്ളത് അവരൊന്നും ഇനി ഈ ജോലി ചെയ്ത് ശമ്പളം മേടിക്കാൻ അർഹരല്ല എന്ന് പറയേണ്ടി വരികയാണ്. സംഭവിച്ചതിന് ശേഷം ഈ ഷീറ്റിന്റെ മുകളിലൂടെ കുട്ടികൾ ഇറങ്ങില്ല എന്നൊക്കെ അവർക്ക് അങ്ങ് മുൻവിധിയോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിൽ പല കുട്ടികളാണ് അവർ എന്തൊക്കെയാണ് അഗ്രസീവിൽ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളന്ന് ഈ പണിക്ക് യോഗ്യരല്ല എന്നാണ് പറയേണ്ടി വരുന്നത്. ഒരു ചെറിയ സ്പേസിന്റെ ഇടയിൽ ചിലപ്പോൾ മറ്റേ നമ്മൾ പറയാണ് ഈ കോറിഡോറുകളുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ചെറിയ ഇതുണ്ടല്ലോ, നമ്മൾ സ്കൂളുകളുടെ കോറിഡോറുകളിൽ സിമന്റ് കെട്ടി വെച്ചാണ് പലയിടത്തും വെച്ചിട്ടുള്ള. എവിടെയെങ്കിലുമൊക്കെ ഈ അഴികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിൽ കാല് വരെ കൊണ്ടിടാം. അവർക്ക് അതൊക്കെ ഒരു കൗതുകമാണ്. ഇപ്പൊ ചെരുപ്പ് സൺഷെയ്ഡിൽ വീടുകയാണെങ്കിൽ എടുത്ത് സൺഷെയ്ഡിൽ ഇറങ്ങിയവരെ എടുക്കാൻ തയ്യാറാകും. അവിടെ വെച്ച് കാൽ വഴുതി താഴെ വീഴാൻ അവസരമുണ്ടാകും. അപ്പോ അത്തരം കാര്യങ്ങൾ വീഴാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്.
വീണ് പോയി കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് ആരോടും പറയാതെ ചാടി ഇറങ്ങി അത് എടുക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അപകടങ്ങൾ സംഭവിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട്. കുട്ടികളല്ലേ, അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അവർക്ക് സ്വന്തം നിലയ്ക്ക് ചിന്തിക്കാൻ ശേഷിയുള്ള എത്ര പേരുണ്ടാകും. വീടുകളിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ സ്വാഭാവികമായി എന്ന് ചെയ്യുന്നു, അവിടെ അപകടം പതിയിരിക്കുന്നത് അവരറിയാതെ പോകുന്നു, അതിൽ സംഭവിച്ചു പോകുന്നതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സ്കോർ ചെയ്ത് നമുക്ക് രാഷ്ട്രീയ അനുകൂലമാക്കാമെന്നതിനപ്പുറം ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഒരു കുടുംബത്തിലും വരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് ഓരോ വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്നും പറയാനില്ല. സങ്കടകരമാണ്. വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു രാത്രിയാണ്. ഒരു സമാധാനക്കേട് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തെകിട്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. തെകിട്ടി വരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ.